നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുള്ളൂ. നീ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിച്ചേ? പൊറോട്ടയും ബീഫ് കറിയും. നിന്നോട് ഞാൻ പറഞ്ഞേല്ലേ ഇന്ന് മുതൽ നമ്മൾ ഡയറ്റാന്ന്. നീ എന്തോ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചേ? ഞാൻ കുഴിമന്തി. എന്നിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? നമ്മൾ രണ്ടുപേരും ഫുഡ് കഴിച്ച സ്ഥിതിക്ക് ഇപ്പം മുതൽ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റും എക്സസൈസും എടുക്കാം. എന്ത് പറയുന്നു? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പം തന്നെ ഓടാൻ പോവാം. ഈ ഓടുന്ന എന്തൊരു പാടല്ലേ? അതെ, തിന്നുമ്പോ ഇത്ര പാടില്ലല്ലോടാ. ചിലവന്മാരെ എന്ത് കഴിച്ചാലും അവന്മാരുടെ ശരീരത്ത് പിടിക്കത്തില്ല, സ്കെൽറ്റ് ആയിട്ടിരിക്കുക. അതെ അതെ, അങ്ങനെയുള്ള വല്ലതും മതിയായിരുന്നു. ഈ എക്സസൈസ് ഒക്കെ എന്തൊരു പാടല്ലേടാ. ഓ, എന്റെ മുട്ടൊക്കെ നൊന്നിട്ട് വയ്യ. തിന്നുമ്പോ ഇത്ര പാടില്ലല്ലേടാ. ഒരു പ്ലേറ്റില് നല്ല ചൂട് പൊറോട്ടയും ആ പൊറോട്ട ഒരു ഇച്ചിരി പിച്ചി ആ ബീഫ് ഫ്രൈയിലോട്ടൊന്ന് പൊതിഞ്ഞ് ആ കറിയിലൊക്കെ ഒന്ന് ആ മുക്കി തിന്നുന്ന ആ ടേസ്റ്റ്. ഓ, നാവിന്ന് വെള്ളം ഊറുന്നടാ. നല്ല ചൂട് പഴംപൊരിയും ബീഫ് കറിയും എന്നാ കോമ്പിനേഷൻ അല്ലേ കഴിക്കാൻ. മന്തിച്ചോറിനകത്ത് കുറച്ച് അൽഫാമും പിച്ചി മയണൈസും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നല്ല കുഴച്ച് ഓഹോ വായിലോട്ട് വെച്ച് തിന്നാ എന്ത് ടേസ്റ്റാണ്. എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നു. നാളെ മുതൽ നമുക്ക് സ്ട്രിക്റ്റ് ഡയറ്റ് എടുത്താലോ? എനിക്കും ചെറുതായിട്ട് വിശക്കുന്നടാ. നാളെ തൊട്ട് നമുക്ക് നല്ല സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കാം. ഇന്ന് നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. അപ്പോൾ നമ്മൾ നാളെ മുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് എടുക്കുന്നു. ഇപ്പം പോയി കഴിക്കാം.